ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? വലുതാകുമ്പോ ആരാവനെ ഇഷ്ടമെന്ന് വെച്ചു. ഞാനതൊന്നും അറിയിച്ചിട്ടില്ല. അനക്കും പറഞ്ഞുകൊണ്ടിരുന്നു വല്ല പൈലറ്റ് എഞ്ചിനീയറൊക്കെ ആകാൻ ഇഷ്ടമെന്ന്. അങ്ങനെ വെറുതെ പറയാൻ പറ്റില്ലല്ലോ. എന്താ പറഞ്ഞാല് അനക്ക് തോന്നുന്നുണ്ടോ എന്റെ ഭാഗത്ത് ഡോക്ടർ ആവുന്ന്? എന്നാലും എനിക്ക് ഡ്രൈവർ ആവാൻ ഇഷ്ടം. അനക്ക് ഡ്രൈവർ ആവാൻ ഇഷ്ടമല്ല? നല്ല തണുത്ത കാറ്റ്, മഴ പെയ്യുന്നാ തോന്നുന്നു. ആരാത്? ഇത് നമ്മുടെ കാലിതിന്റെ ചെക്കനല്ലേ? കണ്ടോ? എന്തേനി? ഉമ്മക്ക് തീരെ വയ്യ. എന്റെ ബാപ്പയിലെ വൈകുന്നേരം ബസ്സിന് പോകുന്നുണ്ട്. നമ്പർ ഉണ്ടാവില്ലോ മോനെ, പോയി വിളിച്ചു നോക്ക്. ബേജാറാവണ്ട, കുട്ടികളല്ലേ. ഉമ്മക്ക് തീരെ വയ്യ, ആശുപത്രി കൊണ്ടുപോകണം. കാറ് കൊണ്ടുവരാൻ പറഞ്ഞു. ആര്? ഉപ്പ. ഈ സമയത്താ? വേഗം പറഞ്ഞു, ഉമ്മക്ക് തീരെ വയ്യ. ഉമ്മയ്ക്കിപ്പോ എന്താ അസുഖം? വേഗം വരാൻ പറഞ്ഞു. കാറ് വിളിച്ചു കൊണ്ടുപോകാനുള്ള കാശൊക്കെ നിന്റെ ഉപ്പന്റെ കയ്യിൽ ഉണ്ടാവോ? കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രി കൊണ്ടുപോയതിന്റെ ബാക്കി ഇതുവരെ കിട്ടിയില്ല. വേറെ വണ്ടി വിളിച്ചാൽ മതി കേട്ടാ. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറ. ഡ്രൈവർ പണി നല്ല പണിയല്ലേടാ? ഡ്രൈവർ എന്നാ മൊയിലായിക്കോ. അതാവുമ്പോ ദിവസം പൈസ കൊടുക്കാതെ കോയിനെ തിന്നാം. അത് എനിക്ക് പറ്റുകയാണല്ലേ. ഡിങ്കടിക്ക അത് ശരിയാവൂല. അൽത്താഫേ, അൽത്താഫേ, ഡാ ഈ പോയി ഒരു കിലോ കോഴി വാങ്ങിച്ചിട്ട് വാ. മോന്തി വന്നിരുമ്പോ വരണേ. ഡാ ആ സൈക്കിൾ ഉണ്ടെങ്കിൽ എടുത്തോ. എന്റെ ചങ്ങാതിയില്ലേ മണിയുണ്ടായി, ഓനെയും കൂട്ടിക്കോ. ഓ, ഓനാണല്ലോ അവന്റെ ഉപദേശി. ഡാ വേഗം വരണേ, ആടെ നിൽക്കരുത്. നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും എന്ന് വേണ്ട എല്ലാ ഇടങ്ങളിലും വൈഫൈ നിലവിൽ വന്നില്ലേ? പെട്രോൾ വില കുത്തനെ കുറച്ചില്ലേ? കുടിവെള്ള പദ്ധതി, വീടില്ലാത്തവന് വീട്, കക്കൂസ്, ഇതൊക്കെ പ്രാവർത്തികമാക്കി തന്നില്ലേ? എനിക്ക് നേതാവേ കൂടെ നല്ല പൈസയാടാ. 50 രൂപ വില വരുന്ന അരിക്ക് ഇപ്പൊ എത്രയാ വില? വർഗീയ ശക്തികൾക്കെതിരെ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ചെക്കന്മാർക്കൊന്നും ഒരു ബഹുമാനമില്ല. ഒരു കിലോ കോഴി. കോഴി കൊല്ലല്ലേ? എന്താടാ പൈസ കാണില്ല. ശരിക്കും നോക്ക്. എത്ര റുപ്യാടാ? 200. ഞാൻ മടക്കി കീശനുള്ളിൽ വെച്ചതാ. പോയി നോക്ക്, ഏതെങ്കിലും വീണോ ഉണ്ടാവും. പോയി നോക്കാം.
കണ്ടില്ലായിരുന്നോ? വാ നോക്കാം. ഇവിടെ മൊത്തം ചീത്ത. ഉപ്പതല്ലോടാ. ഉമ്മച്ചിനെ നല്ല ചീത്ത വെക്കും. ഉമ്മക്ക് പിന്നെ എന്തെങ്കിലും കാരണം മതിയല്ലോ എന്നെ ചീത്ത വിളിക്കാൻ. അതെന്താ? അതും ചീത്തായി. ഞാൻ അപ്പഴേ ചീത്തായിരിക്കുന്നെ. അന്റെ കാശ് ആരെങ്കിലും കിട്ടിക്കാണും. വാ പോകാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോയിന്ന് കിട്ടാത്തേനോ? പൈസ പോയിന്നായിരിക്കില്ലേ ഞാനൊക്കെ ചീത്ത വെക്കാൻ പോകുന്നത്. നേരം വഹിക്കാനായിരിക്കും. വാ. Stone, paper, scissors. 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 ആമി ഈ ഷട്ടിനെടുത്തേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. Stone, ഇരുടായി. paper, scissors. ഒരു കാര്യത്തിന് പറഞ്ഞയച്ചാൽ നേരത്തെ വരണമെന്നൊരു ചിന്ത വേണ്ടേ? എടയിൽ തൊള്ളോർന്ന് നിൽക്കണ്ടാവും. ഇനി ഏത് പാതിരയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പുന്നാരമോനും വെച്ചുണ്ടാക്കി കൊടുക്കേണ്ടത്? Stone, paper, scissors. Stone, paper, scissors. Stone, paper, scissors. Stone, paper, scissors. പേടിക്കണ്ടോ? ഞാനില്ലേ കൂടെ. അതാണ് എനിക്ക് പേടി. എന്നാ ഞാൻ പോട്ടെ. നിക്കടാ. എന്റെ അമ്മ, അന്റെ ഉമ്മ. അന്റെ ഉമ്മക്ക് എന്നെ കണ്ടു കഴിഞ്ഞാ പിന്നെ പ്രാന്താ. ഞാൻ പോട്ടെ. ആ വന്നാ എവിടെയായിരുന്നു ഇത്രയും നേരം? പൈസ. പൈസ? പൈസ പൈസ പോയി. പോയി പോവാനോ? ഞാൻ മടക്കി കേശാന്റെ ഉള്ളിൽ ഇട്ടതാ. അപ്പൊ നീ കോയിന് മേടിച്ചില്ലേ? പോയതൊന്നും അയക്കൂല. ഓനോ എന്റെ ചങ്ങായും കൂടെ ഹോട്ടലിൽ കയറി പൊറോട്ടയും കോഴിയും തിന്നിട്ടുണ്ടാവും. ആണോ അൽത്താഫേ? അല്ല. പുന്നാരം ചോദിക്കാണ് 4 വീക്ക് അങ്ങ് വെച്ചു കൊടുക്കും. അപ്പൊ അവൻ സത്യം പറയും. എന്തോ ഒറ്റയ്ക്ക് തിന്നണം എന്നുള്ള വിചാരമില്ല നിങ്ങളുടെ മോന്. ആ തള്ളേന്റെ ആർത്തി മുഴുവനും കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ? അഞ്ഞേ പറ്റ ഉള്ളതല്ലോ. ഇങ്ങോട്ട് വാന്ന്. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഓളുടെ ഒരു കുഞ്ഞാക്ക ഇവിടെ കേറി വാടി. കേറി വരാൻ. ഇഷൽ കേറി വരാനാ പറഞ്ഞേ. ഇടി കേറി വരാൻ. ഇങ്ങോട്ട് വരാൻ. കുറച്ച് ഛർദിക്ക്. ആ തിന്നത് മുഴുവൻ പുറത്തു വരട്ടെ. എന്നോട് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ?
കർത്താവേ, ഈയുടെ ഉണ്ടാവുന്ന ഉപ്പയ്ക്കറിയാം. മോമ്മ, ചോറ് തിന്നണ്ടേ? എനക്ക് പൈക്കുന്നില്ലേ? ഉമ്മ ചോറെടുത്ത് വച്ചിട്ടുണ്ട്. എനക്ക് നല്ലോണം വേനിച്ചിട്ടുണ്ടെന്ന് ഉപ്പയ്ക്കറിയാം. സാരമില്ല. അപ്പോഴത്തെ ദേഷ്യത്തിനുപ്പ ഡാ, എനിക്കറിയാം ആ പൈസ കൊണ്ട് ഈ മണിയെണ്ണം കൂടെ ഹോട്ടലൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന്. ഈ അങ്ങനെ ചെയ്യില്ലെന്ന് ഉപ്പയ്ക്ക് അറിയില്ലേ? എന്തിനാ ഉപ്പ എന്നെ തല്ലിയത്? അത് ഉമ്മ പറഞ്ഞിട്ടാ? എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ബാ, സാരമില്ല, സാരമില്ലെന്ന് പറഞ്ഞില്ലേ? ബാ, ബോംബ.